ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ കുടുംബാംഗങ്ങൾക്കും കൃപയും സമാധാന ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ കേട്ടോ. പ്രാർത്ഥനയിലുണ്ട്, കൂട്ടായ്മയിലുണ്ട് കേട്ടോ. ഇന്നൊരു സാക്ഷ്യം വായിക്കാം. പ്രിയപ്പെട്ട വിനോദിച്ച അച്ഛന് സുഖമാണോ? അതെനിക്കിഷ്ടമായി കേട്ടോ. എൻ്റെ പേര് ഫ്ലോറിന എന്നാണ്. ഞാൻ അച്ഛൻ്റെ ഫുൾ കുടുംബാംഗമാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവം കൈപിടിച്ച് ഉയർത്തിയ ഒരു സാക്ഷ്യമാണ്. ഞാൻ MA ഇംഗ്ലീഷിന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് 2 വർഷമായി. ഞാൻ നെറ്റ് എക്സാം ഉണ്ടല്ലോ, അത് പരീക്ഷ പലതവണ എഴുതിയിട്ട് എനിക്ക് ജയിക്കാൻ പറ്റിയില്ല. നെറ്റ് പരീക്ഷ പാസ്സാകാൻ പറ്റാത്ത എനിക്ക് ഒരു കോളേജിൽ നിന്ന് ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. വളരെയേറെ സങ്കടത്തോടെ ഞാൻ നവംബർ മാസം യുവജനങ്ങളുടെ 1 ഡേ റിട്രീറ്റ് പങ്കെടുത്തു. നമുക്കറിയാം, കുറവലങ്ങാട് കുരിനാടുള്ള PDM സെന്ററിൽ എല്ലാ മാസവും 2ാം ശനിയാഴ്ച യുവജനങ്ങൾക്ക് വേണ്ടി മാത്രം 100 പേരെ എടുക്കുള്ള ശുശ്രൂഷയുണ്ട്. അതിൽ പങ്കുചേർന്നു. അച്ഛനെ കാണുകയും ഈ പരീക്ഷ കാര്യം പറയുകയും പ്രത്യേകം ബ്ലെസ്സിങ് മേടിക്കുകയും ചെയ്തിരുന്നു. അടുത്ത പരീക്ഷ ഡിസംബർ മാസമായിരുന്നു. പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഞാൻ പഠിച്ച സകല കാര്യങ്ങളും യൂട്യൂബിൽ നിന്നുള്ള ഓൺലൈൻ ആരാധനയും അങ്ങനെ ശുശ്രൂഷ അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതോടൊപ്പം പരീക്ഷ എഴുതുന്നതിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് കുമ്പസാരിക്കുകയും ചെയ്തു. കുരിശിന്റെ വഴിയും കഴിയുന്നത്തെ ദിവസം ഒരു കരുണക്കൊന്തയൊക്കെ ചൊല്ലും. ഇതോടൊപ്പം ഞാൻ അച്ഛൻ്റെ ഒക്കെ മുടങ്ങാതെ കേൾക്കുകയും ആശീർവാദ സമയത്ത് കണ്ണുനീരോടെ നിയോഗിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. ഈ തവണത്തെ നെറ്റ് പരീക്ഷ ദൈവം എന്നെ വിജയിപ്പിച്ചു. ഈ പരീക്ഷ പാസ്സാകാൻ എൻ്റെ നല്ല റിസൾട്ട് നൽകുന്ന അനുകരിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എന്താ പറയണത്, എൻ്റെ ഇതൊക്കെ പാസ്സായ എൻ്റെ പേപ്പറും കൂടെ അയച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും കൂടെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മൾ പഠിക്കണം കേട്ടോ. നമ്മൾ പഠിക്കാതെ ഒന്നും ആശീർവാദം, പഠിക്കാൻ കഴിവില്ലാത്തവർക്ക് ആശീർവാദം കിട്ടും. പഠിക്കാനുള്ള കഴിവ് ദൈവം കൊടുക്കും, അത് സത്യമാണ്. പഠിക്കാതെ ആശീർവാദം പഠിക്കുന്നു. കുട്ടി പരിശ്രമിച്ച് പക്ഷേ കിട്ടുന്നില്ല. ഈശോയോട് പ്രാർത്ഥിച്ച് ഈശ്വര സഹായം കൂടി ചെയ്തു കൊടുത്ത് ദൈവം വിജയിപ്പിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ഒരുപാട് പേരുടെ ഞാൻ ഈ OET IELTSന്റെ കേസൊക്കെ 10, 15, 19 പ്രാവശ്യമൊക്കെ എഴുതിയിട്ട് പാസ്സാകാത്ത ആൾക്കാർ പാസ്സായ സാക്ഷികൾ കഴിഞ്ഞ ദിവസം കാണാൻ. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാത്തിലും ഒരു ദൈവത്തിന്റെ കൃപ നമ്മളെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് പകലും രാത്രിയും ഒരുപോലെ പെരുമാറാം. ചില ആൾക്കാർക്ക് ഇങ്ങനെയാണ് അല്ലേ. ചില ആൾക്കാർ പകല് നല്ല മനുഷ്യനാണ്, രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും വെള്ളം അടിച്ച് കഴിയുമ്പോൾ വേറൊരു സ്വഭാവം എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ അത് ചില ജീവികളെ നിറം മാറുന്നത് പോലെ നമ്മുടെ സ്വഭാവം അങ്ങനെ മാറാൻ പാടില്ല എന്ന് വചനം വെളിപ്പെടുത്താം. റോമ 13:13 ലെറ്റർ റോമൻസ് ചാപ്റ്റർ 13:13 വചനം വെളിപ്പെടുന്നത് പകലിന് യോജിച്ച് വിധം നമുക്ക് പെരുമാറാം. എന്നിട്ട് പറയാ, സുഖലോലുപതയിലോ മദ്യലഹരിയിലോ വിഷയാസക്തിയിലോ അത് പിന്നെ അങ്ങനത്തെ കലഹങ്ങളിലോ അസൂയയിലോ അഭിഹിത വീഴ്ചകളിലോ വ്യാപിക്കുക എന്ന് പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പകലിന് യോജിച്ച് ഇതിൽ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ഈ വക സ്വഭാവം ഉണ്ടെങ്കിൽ അത് അന്ധകാരത്തിന് യോജിക്കുന്ന പ്രവാസമാണ്. രാത്രിക്ക് ചേരുന്ന പ്രവർത്തന രീതികളാണ്. അതാണ് പറയുന്നത് സുഖലോലുപത എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിന്റെ സുഖം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിശ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കൊച്ചേസിയുടെയൊക്കെ അല്ലെ ചില വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിൽ ഒരുപാട് ചാരിരിക്കാവുന്ന കസേരയാണ്. പക്ഷെ അവർ ചാരാതിരിക്കും. അതിനുവേണ്ട ആ ഒരു സുഖം അനുഭവിക്കേണ്ട, മറിച്ച് എന്തായാലും ഭാവികളുടെ മാനസാന്തിന്റെ ആത്മാക്കളെ നിരീക്ഷിക്കേണ്ട കാഴ്ചവെക്കുക. അപ്പോൾ ഇച്ചിരി നടന്നു പോകുന്നേ ഉള്ളൂ. അപ്പോൾ വണ്ടി എടുക്കണ്ട, സുഖലോലുപത കുറച്ച് കുറയ്ക്കുക. പിന്നെ മദ്യലഹരി അതിന് പറയേണ്ട ആവശ്യമില്ല. പിന്നെ പറയുകയാണ് അഭിഹിത വീഴ്ച, വിഷയാസക്തി എന്ന് പറഞ്ഞാൽ ഈ ജഡത്തിന്റെ പാപത്തിൻ്റെതായ ആസക്തികൾ. പിന്നെ കലഹം, അസൂയ, ഇതിലൊന്നും വ്യാപരിക്കരുത്. അതിൽ വ്യാപരിക്കുന്നവൻ പകലാണ് ജീവിക്കുന്നതെങ്കിലും അവൻ രാത്രിയുടെ അന്ധകാരത്തിന്റെ പ്രവൃത്തികളിലാണ് പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ഓരോ വചനങ്ങൾ വെച്ച് ഞാൻ പകലും രാത്രി ഒരേപോലെ പെരുമാറുന്ന ഒരാളാണോ? എൻ്റെ ജീവിതം എങ്ങനെയാണ്? ആരോടൊക്കെ വെറുപ്പും ദേഷ്യമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണോ? അതോ എളിമപ്പെടുന്ന ആളാണ്? ഇന്നലെ കേട്ടത് പോലെയൊക്കെ കണ്ടത് ആത്മശോധന ചെയ്യുന്നത് പ്രത്യേകം നല്ലതാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. വൈദ്യര ധ്യാനത്തിന് വേണ്ടി അടുത്ത ഞായറാഴ്ച വൈദ്യര ധ്യാനമാണ്, പ്രത്യേകം പ്രാർത്ഥിക്കണം. പിന്നെ കുറവലങ്ങാട് കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയുന്നാലും സ്നേഹത്തോടെ എല്ലാം ഓർപ്പിക്കുകയാണ് കേട്ടോ. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. നമുക്ക് സ്തുതിക്കാം. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കാര്യം അങ്ങ് വിട്ടുപോയി, സ്തുതിക്കാം കേട്ടോ. ഈശോയെ ആരാധന കർത്താവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിടുത്തെ അത്ഭുതകരമായ കൃപകൾ, അവിടുത്തെ അത്ഭുതകരമായ അഭിഷേകങ്ങൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, സീറോ മലബാർ സഭയുടെ സിനഡ് സമാപിച്ച് കർത്താവായ ദൈവമേ, ബിഷപ്സൊക്കെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ആർച്ച് ബിഷപ്പായവരെയും കർത്താവ് ശംഷാബാദ് രൂപതയുടെ ചാരടുത്ത ബിഷപ്പിനെ എല്ലാവരും പ്രത്യേകം ഓർക്കാണ്. മാർ തോമസ് തറയിൽ പിതാവിന് വേണ്ടിയും അതുപോലെ തന്നെ കർത്താവ് പ്രിൻസ് പാണേങ്ങാട് പിതാവിന് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് വലിയ ദൈവാനുഗ്രഹങ്ങൾ സഭയിലുണ്ടാകുന്നതിനൊത്ത് നന്ദി പറയുന്നു.
കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഓരോരുത്തരുടെ നിയോഗങ്ങളെല്ലാം പ്രതി അനുഗ്രഹിക്കണം, വലിയ കൃപ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം കൊണ്ട് നിറയട്ടെ. എല്ലാ പൈശാചികളും അന്ധകാര ശക്തികളും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിട്ടൊഴിഞ്ഞ് കുരിശിൽ ഇവിടെ നിബന്ധിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കും. വലിയ ദൈവകൃപ നിറയട്ടെ. കർത്താവ് നാളുകളായിട്ട് ഇതുപോലെയുള്ള ചില എക്സാമുകൾ പാസ്സാകാതെ കഴിയുന്നവർക്ക് കർത്താവ് ഈശോമിശിഹായുടെ നാമത്തെ ഇപ്പോൾ ആശീർവദിക്കുന്നു. ദൈവകൃപ നിറയട്ടെ. പ്രത്യേകിച്ച് PDM സെന്ററിൽ യുവജന ശുശ്രൂഷകൾക്ക് വേണ്ടി വന്നുപോയി ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നു, വരാനിരിക്കുന്നവരെ ആശീർവദിക്കുന്നു. വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ മുദ്രയിടുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.